ഓപ്പറേഷൻ സിന്ദൂറിന് കേന്ദ്രമന്ത്രിസഭയുടെ അഭിനന്ദനം. പാകിസ്ഥാനുമായി വെടിനിർത്തലിന് ശേഷമുള്ള ആദ്യ കേന്ദ്രമന്ത്രിസഭാ യോഗമാണ് ഇന്ന് നടന്നത്. പ്രത്യേക പ്രമേയവും മന്ത്രിസഭ പാസാക്കി. അതിനിടെ കരനാവിക വ്യോമസേനാ മേധാവികൾ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച കാര്യങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ നേരിട്ട് ധരിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് മന്ത്രിസഭയുടെ സുരക്ഷാ സമിതി യോഗം ചേർന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അതിർത്തിയിലെ സാഹചര്യം ധരിപ്പിച്ചു. വെടിനിർത്തൽ കരാറിന് ശേഷമുള്ള അന്തരീക്ഷവും നിയന്ത്രണ രേഖയിലെയും രാജ്യാന്തര അതിർത്തിയിലെയും സേനാവിന്യാസവും ചർച്ചയായി. കശ്മീരിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഭീകരവിരുദ്ധ വേട്ടയും ചർച്ച ചെയ്തു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം ഓപ്പറേഷൻ സിന്ദൂരിനെ അഭിനന്ദിച്ചു. സൈന്യത്തിന് അഭിവാദ്യം അർപ്പിച്ച യോഗം പ്രത്യേക പ്രമേയം പാസാക്കി. ഓപ്പറേഷൻ സിന്ദൂരിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ നിർണായക പങ്ക് വഹിച്ചെന്ന് കേന്ദ്ര IT വകുപ്പ് മന്ത്രി അശ്വനി വൈഷ്ണവ് പ്രതികരിച്ചു. ഭാരതത്തിന്റെ പ്രതിരോധത്തിൽ അത് വ്യക്തമായെന്ന് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അശ്വനി വൈഷ്ണവ് പറഞ്ഞു. ऑपरेशन सिंदूर एक बहुत ही भारत की एक अस्मिता, भारत के हमारे आर्म्ड फोर्सेस का जो रोल रहा है और जो एक डिसाइसिव लीडरशिप रही है और एक जो नई डॉक्ट्रिन बनी है उसका एक बहुत बड़ा एग्जाम्पल है. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ്, നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി എന്നിവർ സർവ്വസൈന്യാധിപ രാഷ്ട്രപതിയെ കണ്ടു. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിനായാണ് സേനാ മേധാവികൾ സംയുക്തമായി രാഷ്ട്രപതി ഭവനിൽ എത്തിയത്. ജനം, ഡൽഹി.